അപ്പോൾ കേരളത്തിലെ തന്നെ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട പരാതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നടപടി ഗവൺമെൻറ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി റവന്യൂ വകുപ്പ് ഔപചാരികമായി കൈക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കണ്ടതുപോലെ LA 504/70 പ്രകാരമുള്ള ജ്ഞാനദാസിൻ്റെ പേരിലുള്ള 3.94 ഏക്കർ ഭൂമിയുടെ പട്ടയം, LA 501/70 പ്രകാരമുള്ള മണിവേലിൻ്റെ പേരിൽ അനുവദിച്ച 2 ഏക്കർ ഭൂമിയുടെ പട്ടയം, LA 233/65 പ്രകാരം ഗുരുസ്വാമിയുടെ പേരിൽ അനുവദിച്ചിട്ടുള്ള 3.75 ഏക്കർ ഭൂമിയുടെ പട്ടയം, LA 219/65 പ്രകാരമുള്ള കുറുപ്പുസ്വാമിയുടെ പേരിൽ അനുവദിച്ച 4.1 ഏക്കർ ഭൂമിയുടെ പട്ടയം എന്നിവ റദ്ദാക്കിക്കൊണ്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള നടപടി ഗവൺമെൻറ് എടുത്തു. ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മെജോ ജോസഫ് എന്നയാളുടെ കൈവശമുള്ള ഈ 4 പട്ടയങ്ങളും ഇപ്പോൾ 14/3/2025 ഇന്നലെ ദേവികുളം സബ് കളക്ടർ ഔപചാരികമായി പട്ടയം റദ്ദാക്കിയ നടപടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയത്. സ്വാഭാവികമായിട്ടും ഇടുക്കിയിലെ കയ്യേറ്റങ്ങളെ സംബന്ധിച്ചിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായ ഒരു ഘട്ടത്തിൽ ചൊക്രമുടിയിൽ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ നടപടികൾ നടന്നിട്ടുണ്ട്, കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. ജില്ലാ കളക്ടറും അദ്ദേഹത്തിൻ്റെ ടീമും അതുപോലെ തന്നെ ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ പരിശോധിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക ടീമും ഇത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് നൽകിയിരുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള വിവരങ്ങളെ തുടർന്ന് അടിയന്തരമായി അന്വേഷിക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ തന്നെ ജില്ലാ കളക്ടർക്ക് ഉത്തരവ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറും അതിന് സമാന്തരമായി പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള സഖ്യവും നമുക്ക് ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അഥവാ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് അനുസരിച്ച് സമീപകാലത്തൊന്നും അനുവദിച്ച പട്ടയങ്ങളിലല്ല ഈ കയ്യേറ്റം ഉണ്ടായിട്ടുള്ളത്. 1965-70 കാലങ്ങളിൽ അനുവദിച്ച പട്ടയങ്ങളുടെ മറവിൽ തെറ്റായ വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടായത് എന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇതനുസരിച്ച് പട്ടയം നൽകിയ ഭൂമിയിൽ തന്നെയാണോ ഈ നടപടിക്രമങ്ങൾ ഉണ്ടായത് എന്ന് പരിശോധിക്കാൻ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള പ്രത്യേക റവന്യൂ ടീമിനെ നമ്മൾ നിയോഗിക്കുകയുണ്ടായി. ഏതാണ്ട് മൈനർ സർക്യൂട്ടായി അളക്കാവുന്ന 3000-ലേറെ ഏക്കർ വരുന്ന ഭൂമിയുടെ അനുവദിക്കപ്പെടാത്ത ഭാഗത്താണോ ഇത് ആരംഭിച്ചത് എന്ന സംശയവും ആ ഘട്ടത്തിൽ ഉയർന്നു വരികയുണ്ടായി. എന്തായാലും പരാതി ഉണ്ടായതിനെ തുടർന്ന് 23/8/2024 തന്നെ അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ നൽകിക്കൊണ്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു. പട്ടയം റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയൊരു നടപടിക്രമമല്ല. സ്റ്റോപ്പ് മെമ്മോ നടപ്പിലാക്കി എന്ന് മാത്രമല്ല, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന സൗകര്യം കൂടി ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ പട്ടയം ലഭിച്ചതായി പറയപ്പെടുന്ന സർവേ നമ്പറുകൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള എല്ലാ വകുപ്പുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഉത്തരവിറക്കി. അതിനുശേഷം പട്ടയങ്ങൾ പരിശോധിച്ച് ലാൻഡ് അസൈൻമെൻറ്റ് റൂൾസിലോ അതിൻ്റെ പട്ടയങ്ങളുടെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ചുമതല നടന്നു വരുന്ന ഒരു ഘട്ടമുണ്ടായി. ഞാൻ വളരെ പ്രയാസത്തോടെ പറയട്ടെ, ഇടക്കാലത്ത് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ സർക്കാരിനെതിരായി റവന്യൂ വകുപ്പിനെതിരായി പലവിധത്തിലുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇത്രയും ദിവസത്തെ കാലതാമസം എന്തുകൊണ്ടാണ്? എന്താണ് ഈ ആളുകളെ ആരെങ്കിലും സംരക്ഷിക്കാനുള്ള ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടോ? ഒരാളെയും, ഒരു കൈവശക്കാരനെയും സംരക്ഷിക്കാനുള്ള ഒരു താല്പര്യവും ഗവൺമെൻറ്റിനില്ല. പക്ഷേ ഇടുക്കി പോലെ വിസ്തൃതമായിട്ടുള്ള ഒരു പ്രദേശത്ത് സർവേ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം. എന്ന് മാത്രമല്ല, ഒരു മൈനർ സർക്യൂട്ടായി നേരത്തെ അളന്നുപോയ സ്ഥലമാണ്. അപ്പോൾ ആ വിധത്തിൽ ഓരോ പ്രദേശത്തുമുള്ള കയ്യേറ്റങ്ങളാണോ പട്ടയം കിട്ടാത്ത ഭൂമിയാണോ എന്ന് പരിശോധിച്ച് കൃത്യമായി പോയില്ലെങ്കിൽ കോടതിയുടെ ഇടപെടലടക്കമുള്ള സംവിധാനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. 1965-70 നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നൽകിയിട്ടുള്ള ബൈസൺ വാലി വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 4-ൽപ്പെട്ട 27-1-ൽപ്പെട്ട 3800 ഹെക്ടറിലധികം വരുന്ന വിസ്തീർണമായിട്ടുള്ളൊരു ഭൂമിയാണ് ഇതിൻ്റെ പൊതുവായ മാനദണ്ഡം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ നടപടികൾ പൂർത്തീകരിക്കാൻ നമ്മുടെ ചെയിൻ സംവിധാനങ്ങൾ മതിയാകില്ല. അതുകൊണ്ട് RTK റോവർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൊത്തം ഭൂമി അളന്ന് ഡീമാർക്കേറ്റ് ചെയ്യുക എന്ന പരിപാടികളിലേക്ക് കടന്നു. പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായിട്ടുള്ള വില്ലേജ് ഓഫീസർ, സർവേയർ, തഹസിൽദാർ എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതിനുശേഷം ഇടുക്കിയിലെ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ, ഹസാർഡ് അനലിസ്റ്റ്, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്നിവരുടെ സംയുക്ത പരിശോധന അതുമായി ബന്ധപ്പെട്ട് നടത്തി. ചക്രമുടിയിലെ
അനധികൃത കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും അന്വേഷിക്കുന്നതിന് സബ് കളക്ടർ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് സ്പെഷ്യൽ ടീം ഇതിനകത്ത് തണ്ടപ്പേരുണ്ട് എന്ന് പറയുന്ന 60 തണ്ടപ്പേർ കക്ഷികൾക്ക് പ്രത്യേകമായി നോട്ടീസ് കൊടുത്തു. ഹിയറിംഗ് നടത്തി, 45 പേരുടെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തി. ഇതിനെ തുടർന്ന് 21/10/2024 സബ് കളക്ടർ ജില്ലാ കളക്ടറുടെ മുമ്പാകെ ഒരു നിർദ്ദേശം സമർപ്പിക്കുകയുണ്ടായി. ഇതനുസരിച്ച് 17/11/2024 തന്നെ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങളാണെങ്കിൽ പൊളിച്ചു മാറ്റണം എന്ന നിർദ്ദേശം അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരത്തെ നൽകിയിരുന്നു. സർവേ ഡയറക്ടർ റിപ്പോർട്ട് പൂർണ്ണമായി പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 23/1/2025 സബ് കളക്ടർ ജില്ലാ കളക്ടർക്ക് എല്ലാവരെയും പലതവണ കേട്ടതിന് ശേഷം, ഒരു തവണയല്ല പലതവണ കേട്ടതിന് ശേഷം 28/10/2024, 6/11/2024, 21/11/2024, 5/12/2024, 19/12/2024, 9/1/2025 ഇത്രയേറെ ഹിയറിങ്ങുകൾ നടത്തി കൃത്യത ബോധ്യപ്പെടുത്തി 23/1/2025 സബ് കളക്ടർ ജില്ലാ കളക്ടർക്ക് ഒരു നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 64 ചട്ടത്തിലെ 8(2)ഉം 8(3)ഉം 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് 64 ചട്ടപ്രകാരം ഭൂമി അനുവദിച്ചു കൊടുത്താൽ 1 വർഷക്കാലത്തിനിടയിൽ അത് ഉപയോഗിക്കണം എന്ന ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ പരിശോധിച്ച് 8(2)ഉം 8(3)ഉം പ്രകാരം ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയിട്ടാണ് അവിടുത്തെ ഭൂമി കൊടുത്ത പട്ടയ നടപടികൾ ഉൾപ്പെടെ റദ്ദു ചെയ്തുകൊണ്ട് എല്ലാ നടപടികളും ക്യാൻസൽ ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട നടപടി തീരുമാനിച്ചത്. കേരള ഭൂസംരക്ഷണ നിയമം 957-ലെ, കേരള ഭൂസംരക്ഷണ ചട്ടങ്ങൾ 958-ലെ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് ഈ ഭൂമി 48 മണിക്കൂറിനുള്ളിൽ അടിയന്തരമായി ഏറ്റെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കാനും കൃത്രിമ രേഖകൾ ചമച്ച് സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയവർക്കെതിരെ ക്രിമിനലായ കേസ് ഫയൽ ചെയ്യുന്നതിനും അടക്കമുള്ള നടപടിക്രമങ്ങൾ എടുക്കാൻ വീണ്ടും ദേവികുളം സബ് കളക്ടറെ ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കയ്യേറ്റ വിഷയത്തിലെ നടപടികൾ സ്വീകരിക്കാൻ വൈകി എന്ന് പറയുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും ശരിയല്ല. കാരണം ഇത് കേട്ടാൽ നേരിട്ട് ഭൂമി റദ്ദു ചെയ്യാൻ പറ്റില്ല. അവർക്കുള്ള സാധാരണ അവകാശങ്ങളുണ്ട്. അവരുടെ പട്ടയം പരിശോധിക്കണം, ഭൂമി പരിശോധിക്കണം, രേഖ പരിശോധിക്കണം. ഇടുക്കിയെ പോലെയുള്ള സ്ഥലത്ത് ഉള്ള വലിയ സ്ഥലം അളന്നു തിട്ടപ്പെടുത്താനുള്ള പ്രയാസങ്ങളുണ്ടാകണം. ഇതെല്ലാം നടപടി പൂർത്തീകരിച്ച് ആളുകൾക്ക് പറയുന്നത് ഹിയറിംഗ് നടത്തേണ്ടത് ആവശ്യമാണ്, പറയാനുള്ള അവകാശം അവർക്കുണ്ട്. ആ അവകാശം ഉൾപ്പെടെ കൊടുത്ത് ഒരു പഴുതുമില്ലാത്ത വിധത്തിൽ ക്രിസ്റ്റൽ ക്ലിയറായി 4 പട്ടയങ്ങളും റദ്ദു ചെയ്യാനുള്ള നടപടിയെടുത്തു. ഇനി ക്രിമിനലായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നടപടിയും വൈകിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു കയ്യേറ്റക്കാരെയും സംരക്ഷിക്കുന്ന നടപടി നമ്മുടെ മുമ്പിലുണ്ടാകില്ല. കുടിയേറ്റക്കാരായിട്ടുള്ള കർഷകന് പട്ടയം കൊടുക്കാൻ ഹൃദയം തുറന്നു നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഏതു തലത്തിലും എത്ര ഉന്നതനായാലും ഒരു കയ്യേറ്റക്കാരനെയും അനുവദിക്കുന്ന പ്രശ്നം നമ്മുടെ മുമ്പിലില്ല. ആ വിധത്തിലുള്ള നടപടി ചക്രമുടിയിൽ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ സർക്കാർ നടപടിയുമായി പോയ ഇടുക്കിയിലെ 2ാമത്തെ ഇടത്ത് ഇന്ന് ബന്ധപ്പെട്ട ആളുകൾക്ക് ഹിയറിംഗ് നടത്താനുള്ള, അവരെ കേൾക്കാനുള്ള നോട്ടീസുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. വളരെ സ്ട്രോങ് ആയി ഒരു പ്രത്യേക ടീമിനെ നിശ്ചയിച്ചുകൊണ്ട് ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ശ്രമകരമായ ദൗത്യം നിയമവ്യവസ്ഥകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് സർക്കാർ നടപ്പിലാക്കുകയാണ്. അല്ല, അത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അതിനെ തുടർന്നുള്ള വിശദാംശങ്ങൾ അടുത്ത ദിവസം നിങ്ങൾക്ക് ലഭ്യമാകും. ഈ 4 എണ്ണമാണ് ഹിയറിംഗ് കഴിഞ്ഞ് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഔപചാരികമായ തീരുമാനം എടുക്കാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനമുള്ളത്. അടുത്തതിനെക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും 2 ദിവസക്കാലത്തിനുള്ളിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അല്ല, പട്ടയങ്ങൾ അനുവദിച്ച് നൽകിയില്ലല്ലോ. പട്ടയങ്ങൾ 65-ലോ 70-ലോ അനുവദിച്ച് നൽകിയതാണ്. ആ പട്ടയങ്ങൾ 3800-ഓളം വരുന്ന മൈനർ സർക്യൂട്ടിൻ്റെ ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി നടത്താൻ ആര് ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് പ്രശ്നം. തഹസിൽദാർക്കും സർവേയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ സസ്പെൻഷൻ നടത്തി അന്വേഷണം നടക്കുന്നുണ്ട്.
ആ അന്വേഷണത്തിൽ ഇവർ തന്നെയാണോ കുറ്റക്കാർ, ഇവരെക്കാൾ കൂടുതൽ കുറ്റക്കാരുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കും. കുറ്റക്കാരാരാണെങ്കിലും അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കഠിന ശിക്ഷയ്ക്ക് വിധേയമാക്കും. നേരത്തെ പറഞ്ഞിരുന്നു കളക്ടറോട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണത്തിന് ഉദ്യോഗസ്ഥരാരെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന്. ആ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകൾ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ ആ ചോദ്യത്തിനാണ് നേരത്തെ ഉത്തരം പറഞ്ഞത്. നമ്മൾ വല്ലാതെ തിരക്ക് കൂട്ടി. ആളുകൾ പറയുമല്ലോ, അപ്പുറത്തേക്ക് വഞ്ചി കിടക്കാൻ വഞ്ചി കിടന്ന് ഓടിയിട്ട് കാര്യമില്ല, വഞ്ചി അപ്പുറത്തെത്തണം. ഇതിന് നടപടിക്രമങ്ങളുണ്ട് കൃത്യമായി. അവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കൃത്യമായി ഉദ്യോഗസ്ഥ സംഘത്തെ വെച്ച് പ്രത്യേക സർവേ ടീമിനെ പിന്നെ പീരുമേട് താലൂക്കിൽ ഇതുവരെ ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാരെ 15 പേരെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ആ നടപടികളിലേക്ക് പെരുന്തുംപാറ കടന്നിട്ടുണ്ട്. ഇന്നു മുതൽ നോട്ടീസ് കൊടുക്കുകയാണ് കക്ഷികൾക്ക്. ആ നോട്ടീസ് കൊടുക്കുന്ന നടപടിയും നിയമപ്രകാരമുള്ള നടപടികളും നടക്കാനുള്ളൊരു ഇടവേള നമ്മുടെ മുമ്പിലുണ്ട്. അത് കൃത്യം പൂർത്തീകരിച്ചിട്ട് പിന്നെ കൃത്യമായി പഴുതില്ലാത്ത വിധത്തിലുള്ള നടപടിയായിരിക്കും എടുക്കുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു മാനദണ്ഡവും അതിൻ്റെ മുമ്പിലുണ്ടാകില്ല, ഒരു സ്വാധീനവും അതിൻ്റെ മുമ്പിൽ ഇടപെടാൻ പോകുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് കുറ്റമുണ്ടെങ്കിൽ കഠിനമായ ശിക്ഷയ്ക്ക് ഉദ്യോഗസ്ഥന്മാരെ വിധേയമാക്കും. അതിനന്വേഷണം നടത്തേണ്ടി വരും. ആ അന്വേഷണവും പേരലായി പോകും. സ്വാഭാവികമായിട്ടുള്ള സമയം അതിനാവശ്യമാണ്. ഒരു പ്രയാസവും ഒരു സംശയവും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. കഠിന നടപടികളിലേക്ക് തന്നെ ആ കാര്യത്തിൽ പോകും. കയ്യേറ്റത്തിനെതിരായി സന്ധിയില്ലാത്ത വിധത്തിലുള്ള മുന്നേറ്റമായിരിക്കും വരുന്ന ദിവസങ്ങളിൽ ഇടുക്കിയിൽ മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും കാണാകുന്നത്. എന്നാൽ താൽക്കാലികമായി കുടിയേറി താമസിക്കുന്ന പാവപ്പെട്ടവന് നേരെ ആ വാള് വീഴുകയുമില്ല. ഈ പരുന്തുംപാറയിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ അടുത്ത നടപടികളിലേക്ക് കിടന്നത്. ഇനിയുള്ള സ്ഥലങ്ങളിലെങ്കിലും ഈ നിർമ്മാണത്തിനുള്ള അനുമതിയും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അല്ല, ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. പരുന്തുംപാറയിൽ അങ്ങനെ നിർമ്മാണത്തിന് അനുമതി മേടിക്കുന്നുണ്ടെന്ന് തെളിയുന്ന പക്ഷം അനുമതി നൽകിയ ആളുകൾക്കെതിരെ സ്വാഭാവികമായ നടപടി ഉണ്ടാകും. അനുമതി ഇനിയെന്നല്ല, എപ്പോഴും അനുമതി വാങ്ങി മാത്രമേ നടപടിയെടുക്കാനാകൂ. 1801/2010 എന്ന കോടതി വിധി തന്നെ ഈ പ്രദേശത്തുള്ള പട്ടയ ഭൂമിയിൽ ഏതു നിർമ്മാണത്തിനും NOC മേടിക്കണം എന്നാണ്. അതുതന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കയ്യേറപ്പെടുന്ന ഭൂമിയാണെങ്കിൽ പ്രത്യേകിച്ച് നോക്കേണ്ടതുണ്ട്. അവിടെ മെയ് മാസം 5-ാം തീയതി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ. ആ നിരോധനാജ്ഞ ലംഘിച്ചും ഫിനിഷിംഗ് പ്രവർത്തനം നടത്താൻ തീരുമാനിച്ച 7 പേർക്കെതിരെ നടപടി പോലീസ് എടുത്തിട്ടുണ്ട്. അവിടെ പോലീസിൻ്റെ പ്രത്യേക സംവിധാനം പിക്കറ്റിംഗ് അവിടെ ആരംഭിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരുന്തുംപാറയിൽ പരിധിയിൽ പിന്നെ ഏതെങ്കിലും വിധത്തിൽ സഹായകരമായ നിലപാടെടുക്കാതെ കർശനമായ പിഴവില്ലാത്ത പഴുതില്ലാത്ത നടപടിക്രമങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും. ഉദാഹരണങ്ങളെക്കാൾ പ്രധാനം നടക്കുന്ന കാര്യങ്ങളാണ്. ചക്രമുടിയെ സംബന്ധിച്ച് 6 മാസക്കാലം എന്തെല്ലാം എഴുതി മാധ്യമങ്ങൾ. തൊടാനാകില്ല, വരാനാകില്ല. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് സംശയം രേഖപ്പെടുത്തിയില്ലെങ്കിലും എന്തുകൊണ്ടാണ് റവന്യൂ വകുപ്പ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യം ചോദിച്ചു. വല്ല മടിയുണ്ടായോ? പൂർണ്ണമായി റദ്ദാക്കല്ലേ. 48 മണിക്കൂറിനുള്ളിൽ അത് ഒഴിവാക്കി ബോർഡ് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുകയല്ലേ. പരുന്തുംപാറ അങ്ങനെയല്ലേ ഉണ്ടായത്. പരുന്തുംപാറയിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല. ഏതുവരെ പോകുന്നുവോ അതുവരെ പോകും. അത് സർക്കാരിൻ്റെ നയം തന്നെയാണ്.